Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCയുടെ 6th പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 5 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെയും എസ്റ്റിമേഷനെയും ക്വസ്റ്റ്യൻസും കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A 300 into 300 mm RC column is reinforced with 4 bars of 12 mm diameter. So അതിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് RC കോളത്തിന്റെ. പിന്നെ 4 ബാർസിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട് 12 mm. ഓക്കെ, ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്, ലാറ്ററൽ ടൈസിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 6 mm. ഓക്കെ, ദ പിച്ച് ഓഫ് ലാറ്ററൽ ടൈസ് shall be kept as 208 mm ആണോ, 160 mm ആണോ, 192 mm ആണോ, 300 mm ആണോ? പിച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പേസിംഗ് ആണ് ആക്ച്വലി. ഓക്കെ, സ്പേസിംഗ് അല്ലെങ്കിൽ പിച്ച് എന്നും പറയും. ഓക്കെ ഓക്കെ സോ സ്പേസിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം ഓഫ് 3 വാല്യൂ എടുക്കും. സ്പേസിംഗിൽ കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം ഓഫ് 3 വാല്യൂ എടുക്കും. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഉള്ളത് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. ലാറ്ററൽ ഡയമെൻഷൻ നമ്മുടെ കേസിൽ എത്രയാണ്? ലാറ്ററൽ ഡയമെൻഷൻ നമ്മുടെ കേസിൽ 300 mm ആണ്. ഓക്കെ, ലാറ്ററൽ കേസിൽ നമ്മുടെ ഡയമെൻഷൻ 300 mm ആണ് കോളത്തിന്റെ. ഓക്കെ, സോ അത് നമ്മുടെ എടുക്കും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 16 into diameter. 16 into diameter എത്രയാണ്? 12. ഓക്കെ, 16 into diameter എന്ന് പറഞ്ഞാൽ diameter എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 192 കിട്ടും. അതേപോലെ മിനിമം സ്പേസിംഗ് നമ്മൾ കൊടുക്കേണ്ടത് നോർമൽ കേസിൽ 300 mm ആണ്. ഓക്കെ, ഇതിൽ ഏതാണോ മിനിമം അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ ഏതാണോ മിനിമം? ഇപ്പൊ നമ്മുടെ കേസിൽ 192 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ബേസിക് കൺസിഡറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reduction coefficient of a reinforced concrete column with an effective length of 4.8 meter and the size 250 into 300 mm square is 0.8 ആണോ, 0.85 ആണോ, 0.9 ആണോ, 0.95 ആണോ? ഓക്കെ, ഇതിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഈ ഒരു ഫോർമുല നോക്കിയായിരുന്നു, ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഫോർമുല. ഈ ഒരു ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ ഫാക്ടർ 1.25 മൈനസ് LE. ഓക്കെ, 1.25 minus LE, L effective, by 48 into B. Okay, 48 into B. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.25 മൈനസ് LE. LE എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.8. ഇവിടെ കേസിൽ 4.8 into 10⁻3. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ആയി. പിന്നെ നെക്സ്റ്റ് കേസിൽ 48 into B. നമ്മുടെ ഈ കേസിൽ 250 ആണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും നിയർലി അബൌട്ട് 0.85 കിട്ടും. ഓക്കെ, സോ അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, 0.85 കിട്ടും. അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിമിറ്റ് ഓഫ് പെർസെൻറ്റേജ് പി ഓഫ് ദ ലോങ്കിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻ എ കോളം ഇസ് ഗിവൺ ബൈ 0.15 to 2% ആണോ, 0.8 to 4% ആണോ, 0.8 to 6% ആണോ, 0.8 to 8% ആണോ? സോ ഇതിൽ നമ്മൾ മിനിമവും മാക്സിമം ഡയമെൻഷൻ ഓൾറെഡി നമ്മൾ കുറെ പ്രശ്നം നോക്കിയായിരുന്നു. മിനിമം എന്ന് പറഞ്ഞാൽ 0.8 ആണ്, മാക്സിമം എന്ന് പറഞ്ഞാൽ 6 ആണ്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0.8 to 6% ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ്കിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ഫോർ കോളം. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to load factor method, the permissible load W on short column reinforced with longitudinal bars and lateral stirrup is stress in concrete into area of the concrete ആണോ, or stress in steel into area of the steel ആണോ, or stress in concrete into area of concrete plus stress in steel into area of steel ആണോ, or none of these ആണോ? സോ ഇതിൽ നമ്മൾ ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സ്ട്രെസ്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് പ്ലസ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, സ്ട്രെസ്സിന്റെ ഫോർമുല എന്താണ്? ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ജനറൽ ആയിട്ട് സ്ട്രെസ്സിന്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഏരിയ, ഫോഴ്സ് ഇൻ കോൺക്രീറ്റ് ഇൻറ്റു ഏരിയ ഓഫ് ദ കോൺക്രീറ്റ്. ഓക്കെ, പ്ലസ് സ്റ്റീലിങ്ങിന് എന്തിനാണ്? സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമുല. സോ ഈ ഫോർമുല നമ്മൾ ഓർത്താൽ മതി, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇൻറ്റു ഏരിയ ഓഫ് കോൺക്രീറ്റ് പ്ലസ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The isolated section for two-way shear in an isolated spread footing is at face of the column ആണോ, distance 1.5 from the column face ആണോ, or distance D from column face ആണോ, or distance D/2 from column face ആണോ? സോ നമ്മുടെ കേസിൽ നമ്മുടെ കുറെ കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. two-way shear ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കോളം ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കോളം ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
So face of the column ആണോ distance 1.5 d from the column ആണോ d from the column ആണോ? So നമ്മുടെ ഈ കേസിൽ നമ്മുടെ ടു വേ ഷിയറിന്റെ കേസിൽ ഡിസ്റ്റൻസ് ടു വേ ഷിയറിന്റെ കേസിൽ നമ്മൾക്ക് കൊടുക്കുന്നത് ഡിസ്റ്റൻസ് d by 2 from the column face ആണ്. So distance d by 2 from the column face ന്ന് നമ്മൾ ഡിസ്റ്റൻസ് d by 2, d എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ, കോളം ഫേസിന് d by 2 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ടു വേ ഷിയർ. അതേപോലെ നമ്മുടെ ഇപ്പോൾ സിംഗിൾ ഷിയർ വൺ വേ ഷിയർ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ? വൺ വേ ഷിയർ ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ d from the column ആയനെ. ഓക്കെ, വൺ വേ ഷിയർ ആയിരുന്നെങ്കിൽ d from the column ആയനെ. ഓക്കെ, അതേപോലെ ഈ ഇപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നത് ഷിയർ ആണ്. അതേപോലെ ബെൻഡിങ് മൊമെന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഫേസ് ഓഫ് ദ കോളം കൊടുത്തേനെ. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ആയിരുന്നെങ്കിൽ ഫേസ് ഓഫ് ദ കോളം കൊടുത്തേനെ. ഓക്കെ, ഫേസ് ഓഫ് ദ കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കോളം ആണെങ്കിൽ ഫേസ്. ഓക്കെ, നമ്മുടെ കോളം റെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഡയഗ്രാം വരയ്ക്കാം. സോ ഇത് നമ്മുടെ കോളം, ഇവിടെ ഫൂട്ടിംഗ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഫേസ് ഓഫ് ദ കോളം. സോ ഇതാണ് ഫേസ് ഓഫ് ദ കോളം. ഓൾസോ ഇവിടെ നമ്മൾ കൊടുത്തതിന് ബെൻഡിങ് മൊമെന്റ് ആയിരുന്നെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷൻ അതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറെന്റ് കേസസ്. ടു വേ ഷിയർ ആണെങ്കിൽ നമ്മൾ d by 2 ഫ്രം ദ കോളം ഫേസ് കൊടുക്കും. അതേപോലെ നമ്മുടെ സിംഗിൾ ഷിയർ ആണെങ്കിൽ d ഫ്രം ദ കോളം ഫേസ് കൊടുക്കും. ഓക്കെ, അതേപോലെ ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ ഫേസ് ഓഫ് ദ കോളം കൊടുക്കും. ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മുടെ ഈ ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? d ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a number of columns constructed in a row, the type of foundation provided is footing ആണോ, raft ആണോ, strap ആണോ, strip ആണോ? So number of column constructed in a row ആണ് പറഞ്ഞിരിക്കുന്നത്. So number of column constructed in a row. റോയിൽ നമ്മൾ column construct ചെയ്യണമെങ്കിൽ അതിന് എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, so number of column നമ്മൾ construct ചെയ്തു in a row. ഓക്കെ, number of column construct ചെയ്തു in a row. അപ്പോൾ നമ്മൾ അതിനെ എന്താണ് പറയുന്നത്? അതിനെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ട്രിപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇതിന്റെ ജനറലി ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ ബി എന്ന് വെച്ച് നെയിം ചെയ്യും. ഓക്കെ, പിന്നെ എൽ എന്ന് നെയിം ചെയ്യും. സോ എൽ എന്ന് പറയുന്നത് ഫാർ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അതാണ് സ്ട്രിപ്പിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ സ്ട്രിപ്പ് ആണ് കറക്റ്റ് ഓപ്ഷൻ. Okay, next question. Critical section for calculating bending moment for a spread concrete footing of effective depth d is given by the plane at d by 2 from the column face ആണോ, d from the column face ആണോ, 75 mm from the column face ആണോ? സോ ഓൾറെഡി നമ്മൾ ഇത് നോക്കിയതാണ്. ഓക്കെ, നമ്മുടെ ഏത് കോളം ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഏതാണ്? ഫേസ് ഓഫ് ദ കോളം ആണ് അല്ലേ? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫേസ് ഓഫ് ദ കോളം ആണ്. ഓക്കെ, ഫേസ് ഓഫ് ദ കോളം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? ആൻസർ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In reinforced and plain concrete footing resting on soil, the thickness at edge shall not be less than 300 mm ആണോ, 300 centimeter ആണോ, 50 centimeter ആണോ, 15 centimeter ആണോ, 25 centimeter ആണോ? സോ നമ്മുടെ ജനറലി നമ്മൾ കൊടുക്കുമ്പോൾ ഓക്കെ, നമ്മുടെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷന്റെ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അതിന്റെ തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡയഗ്രാമിൽ തിക്നെസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇതിന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ. സോ ഇതിന്റെ ഡയമെൻഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ സോയിൽ. ഇവിടെ സോയിൽ ആണെങ്കിൽ, താഴെ സോയിൽ ആണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 150 mm. ഓക്കെ, സോയിൽ ആണെങ്കിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 150 mm. അതേപോലെ സോയിൽ റിപ്ലേസ് ചെയ്ത് ഇവിടെ പൈലായിരുന്നെങ്കിൽ, അപ്പോൾ നമ്മുടെ കേസിലായിരുന്നേനെ, അപ്പോൾ നമ്മൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 300 mm എന്ന് കൊടുത്തേനെ. ഓക്കെ, 300 mm എന്ന് കൊടുത്തേനെ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ ദ സോയിൽ ആണ്. സോ സോയിലാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ആൻസർ? 15 cm അല്ലെങ്കിൽ 150 mm. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For two-way action, that is punching shear, the calculated shear stress tau v should satisfy the following relation: tau v greater than less than equal to ks into tau c, where tau c is according to working stress method is expressed as 0.1 under root fck ആണോ, 0.16 under root fck ആണോ, 0.25 under root fck ആണോ, 0.4 under root fck ആണോ? ഓക്കെ, നമ്മുടെ വർക്കിംഗ്
സോറി നമ്മുടെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ് ചോദിച്ചിരുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കോഡൽ വാല്യൂ ആണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 0.16 അണ്ടർ റൂട്ട് FCK ആണ് വരുന്നത്. ഓക്കെ, ബട്ട് ഇതിന്റെ കൂടെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അതായത് 1.5 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കിട്ടും. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കിട്ടും. അത് എത്രയാണ്? അതാണ് ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, ഇതാണ് ഓപ്ഷൻ നമ്പർ സി. സോ നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ 0.25 അണ്ടർ റൂട്ട് FCK എന്ന് വന്നതാണ്. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When RCC footing is not to extend in the plot of neighboring house, the type of footing preferred is cellular flat not footing ആണോ, or inverted flat not footing ആണോ, strap footing ആണോ, both A and B above ആണോ? സോ ഇതിൽ നമ്മൾ നെയ്ബറിംഗ്, നമ്മുടെ ഏതെങ്കിലും നെയ്ബർ, ഫോർ എക്സാമ്പിൾ ഇതാണ് നെയ്ബറിംഗ് ബൗണ്ടറി. ഓക്കെ, നെയ്ബറിംഗ് ബൗണ്ടറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാത്ത ഫുട്ടിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാത്ത ഫുട്ടിംഗ് ഏതാണ്? ജനറലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, ഇതാണ് സ്ട്രാപ്പ് ബീം. ഓക്കെ, ഇതാണ് സ്ട്രാപ്പ് ബീം. ഇടയ്ക്കുള്ള പോർഷൻ ആണ് സ്ട്രാപ്പ് ബീം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? വെൻ RCC footing is not to extend in the plot of the neighboring house. സോ ഇതാണ് നെയ്ബറിംഗ് ഹൗസ്. സോ നോട്ട് ടു ബി എക്സ്റ്റെൻഡ് ഇൻ ദ നെയ്ബറിംഗ് ഹൗസിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത നമ്മൾ ഫോൾഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രാപ്പ് ഫുട്ടിംഗ്. ഓക്കെ, സ്ട്രാപ്പ് ഫുട്ടിംഗ്. ഇതാണ് നമ്മുടെ സ്ട്രാപ്പ് ബീം. ഓക്കെ, ഇതാണ് സ്ട്രാപ്പ് ബീം. ഓക്കെ, നമ്മൾ പറയുന്നത് പേരെന്താണ്? സ്ട്രാപ്പ് ഫുട്ടിംഗ് എന്നാണ് പറയുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is true? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. To ensure pressure distribution, the thickness of the foundation is kept uniform throughout. Pressure distribution ചെയ്യണമെങ്കിൽ നമ്മൾ foundation uniform throughout വെക്കണം. അതോ to ensure uniform pressure distribution, the thickness of the foundation is increased gradually towards edge. അതാണ് correct option. Or to ensure pressure to ensure uniform pressure distribution, thickness of the foundation is decreased gradually towards the edge ആണ് correct option. Or to ensure uniform pressure distribution, the thickness of the foundation is kept at zero edge ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡയഗ്രാം നോക്കാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ടു എൻഷുർ ദ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് കെപ്റ്റ് യൂണിഫോം. സോ തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ട് വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ യൂണിഫോം ആയിട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ്? ഇതാണ് തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ യൂണിഫോം. ഓക്കെ, അതിന്റെ ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ടു എൻഷുർ ദ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ദ തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് ടുവേർഡ്സ് എഡ്ജ്. അപ്പോൾ ഗ്രാജുവലി ഇൻക്രീസിങ് ടുവേർഡ്സ് എഡ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം എങ്ങനെ വരും? ഗ്രാജുവലി ഇൻക്രീസിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഡ്ജിൽ പോകും തോറും അതിന്റെ ഡയമെൻഷൻ ഇൻക്രീസ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡയഗ്രാം വരും. തേർഡ് ഓപ്ഷൻ എന്താണ്? ടു എൻഷുർ ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ദ തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് ഡിക്രീസ് ഗ്രാജുവലി ടുവേർഡ്സ് ദ എഡ്ജ്. സോ തേർഡ് ഓപ്ഷൻ ഡിക്രീസ് ടുവേർഡ്സ് ദ എഡ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിക്രീസ് ടുവേർഡ്സ് ദ എഡ്ജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിട്ട് വരും. ഓക്കെ, സോ ഡിക്രീസ് ടുവേർഡ്സ് ദ എഡ്ജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ? ടു എൻഷുർ ദ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ദ തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് കെപ്റ്റ് അറ്റ് സീറോ എഡ്ജ്. സീറോ എഡ്ജ്, എഡ്ജ് സീറോ ആണ്. അപ്പൊ എഡ്ജ് സീറോ ആകുമ്പോൾ എങ്ങനെയാണ്? എഡ്ജ് സീറോ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യും. എഡ്ജ് സീറോ ആണ്. സോ നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യും. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചത്. സോ ഞാൻ ഇതിൽ ഒരു ഓപ്ഷൻ കൂടെ ആഡ് ചെയ്യാം. ഈ ഓപ്ഷൻ നൺ ഓഫ് ദ അബവ് ആഡ് ചെയ്യാം. ഓക്കെ, നൺ ഓഫ് ദ അബവ് കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറയണം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ നമ്മൾ ജനറലി ഈ ഒരു ഓപ്ഷൻ ആണ് കണ്ടിട്ടുള്ളത് അല്ലെ? ഈ ഓപ്ഷൻ ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ? പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷനിലും തിക്നെസ്സിലും ഒരു റിലേഷനും ഇല്ല. ഓക്കെ, യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മെയിൻലി എന്താണ് പ്രശ്നം? ഇതിന്റെ മേളിലുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിന്റെ CGയും ഫൂട്ടിന്റെ CGയും മാച്ച് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നടക്കാറുള്ളൂ. അതും ഈ ഒരു എന്താ പറയുന്നത് തിക്നെസ്സിൽ, നമ്മുടെ ഈ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ തിക്നെസ്സിൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കും അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്താണ് നോക്കിയത്? നമ്മുടെ ഇതിന്റെ കോളത്തിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഏതാണ്? ഫേസ് ആണ്. ഫേസ് ഓഫ് ദ കോളം ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ അല്ലെ? ഫേസ് ഓഫ് ദ കോളം ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ, അതായത് ഇത് അല്ലെ?
ഓക്കെ, ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ബെൻഡിങ് മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ബെൻഡിങ് മൂവ്മെന്റ് ഇവിടെ മാക്സിമം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ബെൻഡിങ് മൂവ്മെന്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ തിക്നെസ് ആക്ച്വലി റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കോളത്തിന്റെ ഫേസ് ആണ് ബെൻഡിങ് മൂവ്മെന്റ് ക്രിട്ടിക്കൽ. അപ്പോൾ അവിടെ മാക്സിമം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ബെൻഡിങ് മൂവ്മെന്റിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിക്നെസ് ഇവിടെ റെഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇതാണ് മെയിൻ റീസൺ നമ്മൾ ബെൻഡിങ് മൂവ്മെന്റ് എന്തിനാണ് ബെൻഡിങ് മൂവ്മെന്റ് ബേസിലാണ് നമ്മൾ തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെയും CG അതേപോലെ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ CG രണ്ടും കോയിൻസൈഡ് ചെയ്യണം. കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ മാത്രമേ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ലോഡ് നടക്കത്തുള്ളൂ. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നൺ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് എല്ലാ ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, എല്ലാ ഓപ്ഷനും തെറ്റാണ്. ഇ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the width of the foundation for two equal columns is restricted, the shape of the footing generally adopted is width of the foundation എന്താണ് പറഞ്ഞിരിക്കുന്നത്? Two equal column എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് two equal column. ഓക്കെ, is restricted, two equal column restrict ചെയ്യുമ്പോൾ the shape of the footing generally adopted ഏതാണ്? സ്ക്വയർ ആണോ, റെക്ടാങ്കുലർ ആണോ, ട്രപ്പിസോയിഡൽ ആണോ, ട്രയാങ്കുലർ ആണോ? റെക്ടാങ്കുലർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് ഈ ഓപ്ഷനിൽ ടു അൺഈക്വൽ സെക്ഷൻ ആയിരുന്നു ചോദിച്ചതെങ്കിൽ, അൺഈക്വൽ സെക്ഷൻ ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ ട്രപ്പിസോയിഡത്തിനെ മാർക്ക് ചെയ്തതിന്, ട്രപ്പിസോയിഡൽ അല്ലെങ്കിൽ സി ഓപ്ഷനെ മാർക്ക് ചെയ്തതിന്. ഓക്കെ, നമ്മുടെ ഈ കേസിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? റെക്ടാങ്കുലർ അല്ലെങ്കിൽ ബി സെക്ഷൻ ആണ്, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The foundation rests on which of the following? Foundation ഏതിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ബേസ് ഓഫ് ദ ഫൗണ്ടേഷനിലാണോ, സബ്ഗ്രേഡിലാണോ, ഫൗണ്ടേഷനിലാണോ, ഓർ ബോത്ത് സബ്ഗ്രേഡ് ആൻഡ് ഫൗണ്ടേഷൻ ആണോ? സോ ആൻസർ വളരെ ബേസിക് ആണ്. ബോത്ത് സബ്ഗ്രേഡ് ആൻഡ് ഫൗണ്ടേഷനിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bottom bars under the column are extended into interior of the footing slab to a distance greater than 42 diameters from center of the column ആണോ, or 42 diameters from inner edge of the column ആണോ, 42 diameter from outer edge of the column ആണോ, or 24 diameters from center of the column ആണോ? സോ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ സെക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കോളത്തിന്റെ ഔട്ടർ ബാർ. ഓക്കെ, സോ ഇത് നമ്മുടെ സ്ലാബിന്റെ അകത്തുള്ള ഒരു സെക്ഷൻ ആണ്. ഓക്കെ, ഞാൻ ഇതിനെ ഇന്റീരിയർ ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റീരിയർ ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതാണ് ഡയമീറ്റർ. ഓക്കെ, ഇത് നമ്മുടെ കോളം ആണ്. ഇത് ഔട്ടർ ബാർ ഓഫ് ദ കോളം ആണ്. ഓക്കെ, കോളമാണ്. ഇത് നമ്മുടെ ഔട്ടർ ബാർ ആണ്. ഇതിനെ റിപ്രസെന്റ് ചെയ്യുന്നത് 5H ആണ്. ഓക്കെ, 5H ആണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്ഷൻ എത്രയാണ് ലിമിറ്റിംഗ് ആവേണ്ടത്? ഈ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ 42 times diameter. Okay, should be greater than 42, shall be distance greater than 42 times diameter of the outer edge. 42 diameters from the outer edge of the column. Okay, outer edge of the column. So ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതാണ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is true? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? The self weight of footing is not considered for calculating the upward pressure on footing. So self weight consider ചെയ്യുമ്പോൾ self weight of the footing എന്ന് പറയുന്നത് is not considered. നമ്മൾ self weight of the footing consider ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് for calculating the upward pressure of the footing on footing. അതേപോലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? Self weight of the footing is also considered for calculating the upward pressure. Upward pressure calculate ചെയ്യുമ്പോൾ self weight of the footing consider ചെയ്യും എന്നാണ് പറയുന്നത്. അതേപോലെ തേർഡ് ഓപ്ഷൻ എന്താണ്? Self weight of the footing is not considered for calculating area of the footing. So area of the footing ഡിസൈൻ ചെയ്യുമ്പോൾ self weight calculate ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. or none of the option. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതിന്റെ എങ്ങനെയാണ്. ഏരിയയുടെ ഫോർമുല എന്താണ്? ഏരിയ എന്ന് പറയുമ്പോൾ സ്ട്രെസ് plus self weight of the footing by bearing capacity of soil. Okay, bearing capacity of soil. So നമ്മൾ self weight consider ചെയ്യും. ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ self weight consider ചെയ്യും. അപ്പോൾ ഏത് ഓപ്ഷൻ ആണ് എലിമിനേറ്റ് ആവുന്നത്? Self weight of the footing is not considered in calculating area. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ upward pressure. ഇപ്പോൾ കോളത്തിന്റെ നോക്കുവാണെങ്കിൽ ഫുട്ടിംഗ് നോക്കുകയാണെങ്കിൽ upward pressure എന്ന് പറയുന്നത് എന്താണ്? upward pressure നമ്മൾ QH ഡിനോട്ട് ചെയ്യും. പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്?
stress by area അല്ലെ, stress by area. So stress by area ഇതിൽ എങ്ങനെയാണ്, self weight of the footing is not considered for calculating the upward pressure on the footing. Second option, self weight of the footing is also considered for calculating the upward pressure. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് കൺസിഡർ ചെയ്യത്തില്ല, സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത് കറക്റ്റ് ആകുമ്പോൾ ഇത് റോങ് ആവും. സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് ഓൾസോ കൺസിഡർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാവും. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമുല. ജനറൽ ഫോർമുലയാണ്, ജനറൽ ഫോർമുല വെച്ചും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ, ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length of a combined footing for two columns L meter apart is total L തന്നിട്ടുണ്ട്, capital L, and the projection on the left side of the exterior column is X, then the projection Y on the right side of the exterior column in order to have uniform distributed load is എന്താണ് ചോദിക്കുന്നത്, where X is the distance of the center of gravity of the column ആണോ. So option y is equal to L minus x, y is equal to L by 2 plus L minus x, y is equal to L by 2 minus L plus x, y is equal to L by 2 minus L minus x. So ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ അതിന് നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, നമുക്ക് ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, ഡയഗ്രാം വരച്ച് നോക്കുമ്പോൾ ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ കോളം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ലെങ്ത് ഓഫ് ദ കോളം ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സെക്ഷൻ ഡയഗ്രാം വരച്ചു നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് L ആണ്. ഓക്കെ, ഇതിന്റെ ഇന്റർമീഡിയറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്, അതാണ് സ്മോൾ എൽ. ഇതിന്റെ ഇന്റർമീഡിയറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ സ്മോൾ എൻ ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്, ക്യാപിറ്റൽ എൽ ആണ്. ഓക്കെ, ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എൽ ആണ്. ഓക്കെ, ഈ ഒരു ഡയമെൻഷൻ ആണ് ക്യാപിറ്റൽ എൽ. ഓക്കെ, ഓക്കെ, if the length, നമുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാം. if the length of the combined footing for two column is L, so combined footing എന്ന് പറയുമ്പോൾ അതിന്റെ length two column is L apart, L meter apart, and is L. Okay, രണ്ട് ഡയമെൻഷൻ നമ്മൾ മെൻഷൻ ചെയ്തു. and the projection on the left side of the exterior column is X. so ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്ഷൻ, so ലെഫ്റ്റ് സൈഡ് ഇതിന്റെ എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയമെൻഷൻ ആയിട്ട് വരും. ഇതെന്ന് പറയുന്നത് X ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് X ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ X ആണ്. അതേപോലെ പ്രൊജക്ഷൻ ഓൺ Y സൈഡ് ഓൺ ദ റൈറ്റ് ഓഫ് ദ എക്സ്റ്റീരിയർ കോളം ഇൻ ഓർഡർ ടു ഹാവ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ Y ആണ്. ഓക്കെ, ഈ ഒരു ഡയമെൻഷൻ Y ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയമെൻഷനും Y ആയിരിക്കും അല്ലെ, എക്സ്റ്റീരിയറിന്റെ ഡയമെൻഷൻ Y ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ എത്രയായിരിക്കും, ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ L മൈനസ് X ആയിരിക്കും അല്ലെ, L മൈനസ് X ആയിരിക്കും. നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ ലോഡ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് സെന്ററിലായിരിക്കും അല്ലെ, അപ്പോൾ L by 2 ഡിസ്റ്റൻസിലായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, L by 2 ഡിസ്റ്റൻസ്. ഓക്കെ, അതേപോലെ ഇവിടെ തൊട്ട് L by 2 ഡിസ്റ്റൻസ്. ഓക്കെ, ഡയഗ്രാമിൽ റിപ്രസെന്റ് ചെയ്യാം. ഇത് ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സെന്റർ. ഓക്കെ, സോ ഞാൻ വേറെ കളർ വെച്ച് വരയ്ക്കാം. ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ X ആണ്. ഓക്കെ, ഈ ഒരു ഡയമെൻഷൻ X ആണ്. ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ X മൈനസ് L ആണ്. ഇവിടെ തൊട്ട് ഇവിടെ നമ്മളുടെ ഡയമെൻഷൻ X മൈനസ് L ആണ്. ഓക്കെ, ഓക്കെ, സോ ബാക്കി X ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ L ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ Y ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ L by 2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് L by 2 നെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, L by 2 is equal to L by 2 ഇതിന്റെ ഇക്വലന്റ് ആണ് Y പ്ലസ് L മൈനസ് X, ഇതിന്റെ ഇക്വലന്റ് ആണ്. ഇത് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് മാച്ച് ആവുന്നത്. അപ്പൊ ഇതിൽ Y ന്റെ ടേംസിലാണ് ആൻസർ ചോദിച്ചേക്കുന്നത് അല്ലെ. Y ന്റെ ടേംസിൽ ചോദിക്കുമ്പോൾ Y ഈക്വൽ ടു L by 2 മൈനസ് L മൈനസ് X. ഓക്കെ, നമ്മൾ കോമൺ എടുത്തു. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. അപ്പൊ ഏതാണ് ഓപ്ഷൻ മാച്ച് ആവുന്നത്, ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത്. Y is equal to L by 2 minus L minus X. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ, ഡി ആണ് കറക്റ്റ്, 4 only ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pile of length L carrying a uniformly distributed load W per meter length is suspended at
2-point, the maximum bending moment act at the center of the pile or at the point of suspension. So ഇതിന്റെ derivation question ആണ്. WL by 8 ആണോ, WL square by 24 ആണോ, WL square by 47 ആണോ, WL square by എന്താണ് 26 ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡയഗ്രാം ഞാൻ വരയ്ക്കാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രാം. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ ആയിട്ടിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് അപ്പോൾ ജനറലി എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്, ബെൻഡിങ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ബെൻഡിങ് മൂവ്മെന്റ് വരുന്നത്. ഓക്കെ ഓക്കെ, സോ ഇതിലെ ഡയറക്റ്റ് ഫോർമുലയാണ്. ഓക്കെ, ഡയറക്റ്റ് ഫോർമുല ഞാൻ അതിനെ ഡിറൈവ് ഒന്നും ചെയ്യുന്നില്ല, ഇതിന്റെ ബേസിക് റെപ്രസെന്റേഷൻ ഫോർമുലയാണ് ചോദിച്ചത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ, WL square by 47 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു IS 456 1978, the thickness of reinforced concrete footing on pile at its edge is kept less than 20 centimeter ആണോ, 30 centimeter ആണോ, 40 centimeter ആണോ, 50 centimeter ആണോ? സോ ഇത് നമ്മൾ നോക്കിയതാണ്, പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫൂട്ടിന്റെ കേസിൽ നമ്മൾ സോയിലിന്റെ കേസ് നോക്കിയായിരുന്നു, പ്ലസ് ഇതിന്റെ കേസ് നോക്കിയായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ എഡ്ജ് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ് അതിന്റെ ഡയമെൻഷൻ എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, സോയിലിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം, should not be less than 15 അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 150 mm ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ കേസിൽ ഇവിടെ പൈലാണ് ചോദിച്ചിരുന്നത്, ഇവിടെ താഴെ പൈലാണ്. ഓക്കെ, പൈലാകുമ്പോൾ എത്രയാണ് ഇത്, should not be less than 300 mm അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ, 300 mm അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് എന്റെ സെക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.